ബി.ജെ.പിക്ക് ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, നമുക്കറിയാം ആറന്മുള സമരത്തിന് നായകത്വം വഹിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. സാർ, ആറന്മുളയിൽ അങ്ങയെ തന്നെ നിയോഗിക്കുകയാണ് ആറന്മുള മണ്ഡലം പിടിക്കുന്നതിനായി. എന്താണ് ഈ അവസരത്തിൽ പറയാൻ? കേരളത്തിൻ്റെ ഈ കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയത്തിൽ ഒരു ദിശാബോധമുള്ള ഒരു ഭാവാത്മക ആശയാദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രഭാതം പൊട്ടിവിടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ കാളരാത്രികൾക്കൊരു അന്ത്യം വന്ന് നല്ലൊരു സുപ്രഭാതം ഉണ്ടാവണം, അഴിമതിയില്ലാത്ത നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു വികസനത്തിൻ്റെ നാടുകൾ അവർ വളരെ സ്വപ്നം കാണുകയാണ്. അവരുടെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും അനുസരിച്ച് മത്സരിക്കുകയും ആറന്മുള പോലെ ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൈതൃക ഗ്രാമത്തിൽ മത്സരിച്ച് ഈ നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പ്രധാന ഒരു കാര്യം, ആറന്മുള നേരത്തെ മുതൽ തന്നെ അങ്ങക്ക് കൃത്യമായി അറിയാവുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ്, ഒപ്പം തന്നെ എബിൻ വർക്കി, ഒരു വലിയൊരു ത്രികോണ മത്സരത്തിന് തന്നെ ആയിരിക്കുമ്പോൾ സാധ്യതയുള്ളത്? എത്രത്തോളമാണ് മണ്ഡലത്തിലെ ഒരു സ്വാധീനം? വീണ ജോർജിനെ കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വളരെ നന്നായിട്ടറിയാം. ഇത്രയും നാൾ അവിടെ MLA ആയിട്ടിരുന്നു, മന്ത്രിയായിട്ടിരുന്നു, പക്ഷെ നാടിനൊരു ഗുണവുമില്ല. അവർക്ക് വല്ല ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ നാടിനൊരു ഗുണമുണ്ടായിട്ടില്ല, ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഒരു പൈതൃക ഗ്രാമമായിട്ടുള്ള ആറന്മുളയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ച് പരിപാലിച്ച് നിലനിർത്താൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. യാതൊരുവിധ നിർമ്മാണാത്മകമായ പരിപാടിയും നടത്തിയിട്ടില്ല. കോൺഗ്രസ് അവിടെ ഒരു വലിയ പ്രതീക്ഷയാണ് വെച്ചോളൂ. കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയാണല്ലോ ഓരോ തെരഞ്ഞെടുപ്പ് ചെല്ലുമ്പോൾ. കാരണം ആ നാടിനോട് കൂറില്ലാത്ത, നാടിനെക്കുറിച്ച് ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത, ഭാവാത്മകമായി ഒരു നടപടിയും കൈക്കൊള്ളാത്ത ആളുകളാണ് കോൺഗ്രസ്സുകാരെന്ന് വ്യക്തമായി. അവരുടെയും ജനപ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അവരെല്ലാം ആറന്മുളയെ അവഗണിച്ചവരാണ്, ആ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്തവരാണ്. പ്രധാന ചർച്ചാ വിഷയമാകുക ശബരിമലയും ആറന്മുളയുടെ പൈതൃക സംരക്ഷണമൊക്കെ അതൊക്കെ. തീർച്ചയായിട്ടും പൈതൃക സംരക്ഷണമാണല്ലോ ഒരു വിഷയം. പൈതൃക സംരക്ഷണം എന്ന് പറയുമ്പോൾ നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വികസനോന്മുഖമായ പരിപാടികൾ ഏറ്റെടുത്ത് ആറന്മുളയെ ഒരു നാടിൻ്റെ, ഈ ഭാരതത്തിൻ്റെ തന്നെ നെറുകയിൽ, യശസ്സിൻ്റെ നെറുകയിലെത്തിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ. ശബരിമല ഒരു ചർച്ചാ വിഷയമാണ്. തീർച്ചയായിട്ടും അതില്ലതെ. അല്ലെ തന്നെ ശബരിമല അവിടെയാണല്ലോ. ശബരിമലയുടെ ഏറ്റവും ചൂടുപിടിച്ച പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ണാണ് പത്തനംതിട്ട, ആറന്മുള, പന്തളം എന്നൊക്കെ പറയും. പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും ആറന്മുളയിൽ ചർച്ചയാവുക. വീണ ജോർജിനെതിരെയുള്ള ഒരു ജനരോഷം അത് ഉറപ്പായും മണ്ഡലത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇവിടെ ആറന്മുള മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുമെന്നും കുമ്മനം രാജശേഖരൻ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ അഭിരാമിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.